എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായി ട്രയൽ അലോട്ട്മെന്റ് വിവരങ്ങൾ പബ്ലിഷ് ചെയ്തു. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 2020 പത്രക്കുറിപ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻസ് പത്രക്കുറിപ്പ് 2026-27 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻ വിഭാഗത്തിന്റെ വെബ്സൈറ്റിൽ സ്റ്റുഡന്റ് ലോഗിൻ എന്ന ലിങ്കിലൂടെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് പരിശോധിക്കാം. admission.uoc.ac.in/admission എന്ന വെബ്സൈറ്റിലൂടെ പരിശോധിക്കാം. 2026 ജൂൺ 19 വൈകിട്ട് 3 മണി വരെ അപേക്ഷകർക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കും. 2026 ജൂൺ 19 വരെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകളും പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ നേരത്തെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിവരങ്ങളും നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ 2026 ജൂൺ 19 വൈകിട്ട് 3 മണി വരെ അവസരമുണ്ടാകും. അതായത് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ മാത്രം നിങ്ങൾക്ക് തിരുത്താൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തിരുത്തലുകൾ വരുത്താം. ഇതിനായി വിദ്യാർത്ഥിയുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതും എഡിറ്റ് ബാർ അൺലോക്ക് എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതുമാണ്. തിരുത്തലുകൾക്ക് ശേഷം പുതിയതായി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അപേക്ഷയിൽ എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ പുതിയ പ്രിൻ്റ് ഔട്ട്, നിങ്ങളുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ട് അല്ല, എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. എഡിറ്റ് ബാർ അൺലോക്ക് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ ശ്രമിച്ച വിദ്യാർത്ഥികൾ അപേക്ഷ പൂർത്തീകരിച്ച പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിൽ അപേക്ഷകൾ അന്തിമമാകാത്ത അപേക്ഷയുടെ കാര്യത്തിൽ അവർ സമർപ്പിച്ച അവസാന അന്തിമ അപേക്ഷ വരാതിരുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയായി പരിഗണിക്കും. അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് തിരുത്തലുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാനിത് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ അലോട്ട്മെൻറ്റിൽ തിരുത്തലുകൾ വരുത്തിയിട്ട് എന്ത് ചെയ്യണം? സേവ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അല്ലെങ്കിൽ എന്ത് വരും? നിങ്ങൾ തിരുത്തലുകൾ വരുത്തിയിട്ട് സേവ് ചെയ്യാതെ പ്രിൻ്റ് ഔട്ട് എടുക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തിരുത്തലുകൾ അവിടെ വരില്ല. അപ്പോൾ നിങ്ങളുടെ പഴയതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എങ്ങനെയാണോ വന്നത് അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. പുതിയ തിരുത്തലുകൾ മാറുകയില്ല. തിരുത്തലുകൾ മാറണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിരുത്തലുകൾ അപ്ഡേറ്റ് ആവണമെങ്കിൽ നിങ്ങൾ എവിടെയാണോ തിരുത്തൽ വരുത്തിയത് അത് തിരുത്തലുകൾ വരുത്തി സേവ് ചെയ്ത് പുതിയ പ്രിൻ്റ് ഔട്ട് എടുക്കണം. പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കാനുള്ള അവസരം റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഏതെങ്കിലും അപേക്ഷകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ കൺഫർമേഷൻ നൽകണം. ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രിൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകണം. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ നിങ്ങൾ തിരുത്തലുകൾ വരുത്തിയിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകിയില്ലെങ്കിൽ നിങ്ങൾ അത് മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ, അതായത് പ്രസ്തുത അപേക്ഷകൾ പൂർത്തീകരിക്കാനുള്ള അവസരം റെഗുലർ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമേ ലഭിക്കുള്ളൂ. റെഗുലർ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങളുടെ അപേക്ഷകൾ തിരുത്തലുകൾ വരുത്തി നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പരിഗണിക്കപ്പെടില്ല. നിങ്ങൾ തിരുത്തലുകൾ വരുത്തിയാൽ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ തിരുത്തലുകൾ വരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നൽകി പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കില്ല. എഡിറ്റ് വരുത്തിയാൽ സബ്മിറ്റ് ചെയ്യണം, അതെന്ത് ചെയ്യണം? ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിക്കുന്ന അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതായിരിക്കും. നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കും. തെറ്റായ വിവരങ്ങൾ നിങ്ങൾ നൽകി അതുമൂലം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കും. അത്രേ ഉള്ളൂ. അതിൽ വേറെ കോംപ്രമൈസ് അവിടെ ഉണ്ടായിരിക്കുന്നല്ല. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ള അവസാന അവസരമാണിത്. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ജൂൺ മാസം 19 വൈകിട്ട് 3 മണി വരെ അവസരമുണ്ട്. ആയതിനാൽ അപേക്ഷകർ ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന മാർക്ക് കൃത്യമായിരിക്കണം. നിങ്ങൾ +2 മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് കൃത്യമായിരിക്കണം. NSS, NCC, SPC, ആർട്സ്, സ്പോർട്സ് ആർട്സ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ +2 തലത്തിലുള്ളവയായിരിക്കണം. അതായത് NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട്, ഗൈഡ്സ് എല്ലാം 10ാം ക്ലാസ് തരത്തിലുമുണ്ട്, +2 തരത്തിലുമുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് തരം വെച്ചാണ് അപേക്ഷിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കില്ല. നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട്, ഗൈഡ്സ് എല്ലാം
പ്ലസ് ടുവിൽ എടുത്തവരായിരിക്കണം. അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചെയ്ത, നിങ്ങൾ 8ലും 9ലും 10ലൊക്കെ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പ്രവേശനം കിട്ടൂല. അത് വെച്ചാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ ഒഴിവാക്കിക്കോ. ഈ NSS, NCC, SPC, ആർട്സ്, സ്കൗട്ട്, ഗൈഡ്സ് എല്ലാം തുടങ്ങിയ വെയിറ്റേജ് സർട്ടിഫിക്കറ്റുകൾ പ്ലസ് ടു തലമുള്ളവയായിരിക്കണം. അത് പ്ലസ് ടുവിൽ നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ അതിലുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു, പ്ലസ് ടുവിൽ നിങ്ങൾ ഒന്നിനും പോയിട്ടില്ല, അങ്ങനെയെങ്കിൽ അത് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചെയ്തു, പ്ലസ് ടുവിൽ ചെയ്തില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ച് 10ാം ക്ലാസ്സിൻ്റെ വെയിറ്റേജ് ഇപ്പം SPCയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടിയല്ല, നിങ്ങൾ പ്ലസ് ടു തലത്തിൽ ചെയ്തിട്ടുണ്ടാവണം. നോൺ ക്രിമിലെയർ, EWS സംഭരണ വിവരങ്ങൾ എന്നിവ കൃത്യമായിരിക്കണം. നിങ്ങൾക്ക് നോൺ ക്രിമിനറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും EWS സംഭരണം ഉണ്ടെങ്കിലും ടിക്ക് ചെയ്ത് കൃത്യമായിരിക്കണം. വിവരങ്ങൾ എന്നിവ കൃത്യമാണെന്ന് ഉറപ്പുവരുത്താണ്. 2022, 2023, 2024, 2025, 2026 വർഷങ്ങളിൽ VHSE NSQF സ്കീമിൽ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ NSQF ബോർഡ് ആണ് അപേക്ഷയിൽ രേഖപ്പെടുത്തതെന്ന് ഉറപ്പുവരുത്തണം. VHSE NSQF ആണെങ്കിൽ നിങ്ങൾ അതാണ് പ്ലസ് ടു പാസ്സായ വിവരങ്ങൾ NSQF ബോർഡാണ് അപേക്ഷയിൽ രേഖപ്പെടുത്തുന്ന ഉറപ്പുവരുത്തണം. അപ്പോൾ ജൂൺ മാസം 19 വൈകിട്ട് 3 മണി വരെ എന്ത് എഡിറ്റിംഗ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ കാണുന്ന ബൈ.